ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 സ്പൂണ് നല്ല ജീരകവും ഇട്ടിട്ടുണ്ട്. ഇനി ഉണങ്ങിയ നാരങ്ങ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 വലിയുള്ളി, ഒരു ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അറബിക് മന്തി മസാല ഒരു 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാല കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ടും പിന്നെ റൈസിലേക്കും കൂടി ഉള്ളതാണ്. വേറെ നമ്മൾ ഓയിലിന് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്ര സമയം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും മസാലയൊക്കെ ഒന്ന് ചിക്കൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് കിട്ടും. ഇനി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി എടുത്തിട്ടുണ്ട്. സെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി നമുക്ക് കഴുകിയതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിട്ട് കുറച്ച് സമയം പൊതിർത്തി വെക്കാനുമുണ്ട്. അരമണിക്കൂർ അരി പൊതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുക്ക് ചെയ്യുന്ന സമയം കുറഞ്ഞു കിട്ടും. ഇത് നന്നായിട്ട് വലുതായി വരികയും ചെയ്യും അരി. ഇപ്പം നമ്മൾ 2-3 തവണ അരി കഴുകി എടുക്കുന്നുണ്ട്. അരി കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് പൊതിരാൻ വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളം വേവാനുള്ള തിളയ്ക്കുന്ന വരെ ഞാനൊന്ന് പൊതിർത്തി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെവിടെ അരി പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒരു സൈഡൊക്കെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചിക്കന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ചിക്കനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനുണ്ട്. ചിക്കൻ ഇവിടെ വേവുമ്പോഴത്തേന് നമുക്ക് ഇനി വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ റൈസിന് വേണ്ടിയിട്ട് ഞാനിതൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അരി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ പൊതിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിയൊന്നും കട്ടയില്ലാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റാണോ എന്ന് നോക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇതാ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഇപ്പോൾ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഉള്ളിയും ക്യാപ്സിക്കൊന്നും ഇപ്പോൾ മസാലയിൽ കാണാൻ കഴിയില്ല, അതൊക്കെ അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെന്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെന്തിട്ട് ഇതിലേക്ക് ഊറ്റി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ റൈസ് ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇത് ഊറ്റിയിട്ട്
നമ്മൾ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ഒരു ഓട്ടക്കയ്യിലെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഊറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് അരി ഇതിലേക്ക്, ചോറ് വെന്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറൊക്കെ ഇതിന് മുകളിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ഞാനൊരു ചാർക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി റൈസിനൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക് ഞാനിങ്ങനെ റൈസിന് മുകളിൽ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുളകൊക്കെ ചുറ്റോറും കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാർക്കോളിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്മോക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ പാത്രത്തിലാണെങ്കിൽ നന്നായിട്ട് അടച്ചു വെച്ച് മൂടി വെച്ച് കൊടുത്താൽ മതി. കുക്കറിലാവുമ്പോൾ പിന്നെ പുറത്തോട്ട് നന്നായിട്ട് ദമ്മ് നിന്നോളൂന്ന് കരുതിയിട്ടാണ് അതിൽ വെച്ചത്. ഇനി ഒരു 1/2 മണിക്കൂർ ചെറിയ തീയിൽ നമുക്കൊന്ന് ദമ്മിൽ വേവിക്കാനുണ്ട്. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് മുകളിൽ വെച്ച് ചാർക്കോൾ മാറ്റി കൊടുത്തിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മഞ്ഞൾ ഒഴിച്ച ഭാഗത്ത് നന്നായിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഫുഡ് കളർ റെഡ്, ഓറഞ്ചൊക്കെ ചേർത്ത് കൊടുത്താൽ അടിപൊളി കളറിലായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ നാച്ചുറലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ കളറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. റൈസും അടിയിലുള്ള ചിക്കൻ മസാലയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ അതിലേക്ക് കിട്ടുക. അപ്പം ഞാനിതാ ഓരോ കൈ വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടിയിൽ മസാലയൊക്കെ കോരി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ റെഡിയാവും. അപ്പോൾ നമ്മൾ അടിപൊളി മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അസ്സലാമു അലൈക്കും.